ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞാനും ആതിരയും കൂടെ രാവിലെ തന്നെ റെഡിയായി അങ്ങ് ഷോപ്പിങ്ങിന് പോയി. വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു ഷോപ്പിംഗ് ആണ്. ഞങ്ങൾക്ക് 2-3 കടയിൽ കയറണം, പിന്നെ മെയിനായിട്ട് പോസ്റ്റ് ഓഫീസിലൊന്ന് പോകണം. നമ്മുടെ അടുത്ത് പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെ പാവുന്നു, കാരണം കുറച്ച് നാളായി ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങിയിട്ട്. അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശരിക്കും ഒന്നും കറങ്ങിയിട്ടില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് പോത്തിനെയും പൂവിനെയൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. അങ്ങനെ പോസ്റ്റ് ഓഫീസിലെ പരിപാടികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പച്ചക്കറി കടയിലാണ് കയറിയത്. അയ്യോ, പോസ്റ്റ് ഓഫീസിൽ എന്തിനാ പോയെന്ന് പറഞ്ഞില്ലല്ലേ. ആദ്യം ചെറുതായിട്ട് കഥയൊക്കെ എഴുതും. അവൾ എഴുതിയ കഥ നമ്മൾക്ക് തിരുവല്ലയിൽ അയച്ചു കൊടുക്കണമായിരുന്നു. അതിനാണ് ഞങ്ങൾ പോയത്. അത് അയച്ചു കൊടുത്ത ശേഷം ഞങ്ങൾ പച്ചക്കറി കടയിലൊക്കെ ഒന്ന് കയറി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ നല്ല പഴുത്തമാങ്ങ കണ്ട്, അങ്ങനെ അതും 1 കിലോ വാങ്ങി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ദാഹമായി. പിന്നെ വിചാരിച്ചൊരു മോരും വെള്ളം കുടിക്കാമെന്ന്, പക്ഷേ എങ്ങും മോരും വെള്ളം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ നാരങ്ങ വെള്ളം തന്നെ അങ്ങ് കുടിച്ച്. പക്ഷേ നല്ല തണുത്ത നാരങ്ങ വെള്ളമായിരുന്നേ. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ബസ് സ്റ്റോപ്പിലിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ് ഇങ്ങ് വന്നു. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പായി. പിന്നെ ഡ്രസ്സ് പോലും മാറാതെ നേരെ അങ്ങ് അടുക്കളയിൽ ചെന്ന് ചോറ് വിളമ്പി. ചോറിന് നല്ല മാങ്ങാക്കറിയും മീൻകറിയും അവിയലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി ഒരു പിടി അങ്ങ് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അബീസിൻ്റെ മുടി വെട്ടാനായിട്ട് പോയി. കുറേ ദിവസം കൊണ്ട് എൻ്റെ പുറകെ നടക്കുവാണ്, അമ്മ ആ മുടി ഒന്ന് വെട്ടിത്താ, എനിക്ക് സ്റ്റൈൽ നടക്കണം, വെക്കേഷനല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞ കട്ടൊക്കെ ചെയ്ത്. പക്ഷേ മുടിയൊന്നും ഫ്രണ്ടിൽ എടുക്കത്തില്ല കേട്ടോ, സൈഡ് മാത്രം കുറച്ചിട്ടിട്ട് ആൾ സ്റ്റൈലൊക്കെ നോക്കുവാണ്. പിന്നെ ഞാനും വിചാരിച്ച് വെക്കേഷനല്ലയോ ഇപ്പോഴല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെയും റെഡിയാവുകയാണ്. നമ്മുടെ മഹിക്കുട്ടനെ കൊണ്ടുവിടണം. അവൻ വെക്കേഷൻ ഇവിടെ വന്നതാണ്. നാളെ അവന് ട്യൂഷൻ തുടങ്ങുവാണ്. അപ്പോൾ അവനെ കൊണ്ടുവിടണം. അതിന് ഞാനും ജ്യോതികുഞ്ഞമ്മയും അബീസും കൂടാണ് പോകുന്നത്. ഞങ്ങളിങ്ങനെ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഓട്ടോയൊക്കെ വന്ന് ഞങ്ങളങ്ങനെ ഓട്ടോയിൽ കയറി റെഡിയായി പോവുകയാണ്. അബീസിന് ഭയങ്കര വിഷമമായിരുന്നു പോകുന്നതിന്. മഹിക്കും ഉണ്ടായിരുന്നു, മഹി എങ്ങനെ പുറത്ത് കാണിച്ചില്ല. പിന്നെ അങ്ങനെ മഹിക്കുട്ടൻ്റെ വീടെത്തി. പക്ഷേ അബീസിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇത്രയും വിഷമമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അവന്. മഹിക്കുട്ടൻ 10ാം ക്ലാസ്സിലോട്ട്, അപ്പം ട്യൂഷൻ വിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് അവൻ പോയത്. അവനും നല്ല വിഷമമായിരുന്നു. ഇതാണ് മഹിക്കുട്ടൻ്റെ അനിയൻ. ആൾ ഇത്തിരി സൈലൻ്റ്, അങ്ങനെ സംസാരിക്കത്തില്ല. ഇത് മഹിക്കുട്ടൻ്റെ അമ്മ. മഹിക്കുട്ടൻ്റെ അമ്മ നല്ല ഇഞ്ചിക്കറിയൊക്കെ വെക്കുമായിരുന്നു. ഞങ്ങൾ പക്ഷേ കഴിക്കാനൊന്നും നിന്നില്ല. ശ്യാമളമ്മ പറഞ്ഞു തോരനുണ്ട്, അതൊക്കെ കുട്ടി കഴിച്ചിട്ടൊക്കെ പാവം, നല്ല പയർ തോരനാന്നൊക്കെ. പക്ഷേ ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ, കഴിക്കാൻ നിന്നില്ല. കാരണം വൈകുന്നേരം അല്ലായിരുന്നോ, അതുകൊണ്ട് കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. ജ്യോതികുഞ്ഞമ്മയ്ക്ക് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ശ്യാമളാമ്മ പറഞ്ഞാൽ നല്ല ചക്കയും മീൻകറി ഉണ്ടെന്ന്, അങ്ങനെ അതങ്ങ് കഴിച്ചു. അങ്ങനെ മഹിക്കുട്ടനെയൊക്കെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി. അബീസിന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അബീസിനെ സമാധാനിപ്പിച്ചു. അടുത്ത വെക്കേഷന് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് ജ്യോതികുഞ്ഞമ്മയുടെ ഒരു ഫ്രണ്ടിനെ കണ്ട് ജ്യോതികുഞ്ഞമ്മ അവിടെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അബീസിന് പുട്ട് വേണമെന്ന് പറഞ്ഞ്. അവൻ അവിടുന്ന് ചക്കയൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അവന് പുട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പുട്ടിനുള്ള പരിപാടികളൊക്കെ നോക്കുവാണ്. എൻ്റെ ശബ്ദം ഇങ്ങനെ കുറഞ്ഞും കൂടിയിരിക്കുന്നത് എൻ്റെ മൊബൈലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണേ. അപ്പോൾ ഇനി ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.